ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മുടെ സ്റ്റാലിനി ജോസഫ് നേരെ കൊട്ടാരമറ്റത്തിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തായാലും റോബിച്ചാനും ആൽബിച്ചനും കൂടി നമ്മുടെ സ്റ്റാലിനിയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ഒത്തുതീർപ്പാക്കി സംസാരിക്കാനുണ്ട് നമ്മുടെ ലാലിച്ചിനെ. എന്തായാലും അവിടെ വന്നിറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ലാലിച്ചൻ കുറച്ച് കലിപ്പിലാണ്. എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യം അലീനയെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് നമ്മുടെ ലാലിച്ചൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. എന്തായാലും വന്ന വഴിക്ക് തന്നെ നമ്മുടെ ആൻസി നമ്മുടെ ലാലിച്ചനെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആൽബിച്ചനെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും അകത്തുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടി മദ്യപിക്കുകയായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ പറയാൻ കുറച്ച് പവർ വേണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലാലിച്ചൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ലാലിച്ചൻ വന്നപാട് ചോദിക്കുന്നുണ്ട്, ഓ ഇവിടെ മദ്യപാനമൊക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എടുക്കട്ടെ ഒരു ഗ്ലാസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടാന്ന് നമ്മുടെ ലാലിച്ചൻ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കണോ അതോ ലിവിംഗ് റൂമിലേക്ക് ഇരുന്ന് സംസാരിക്കണോ എന്ന് ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ രണ്ടുപേരും പറയുന്നുണ്ട്, വേണ്ട ഇവിടെ ഇരുന്ന് സംസാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആൻസ് നമുക്ക് കഴിക്കാനും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരുമല്ലോ എന്ന്. അങ്ങനെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് അവർ ചെയറൊക്കെ ഇട്ട് മൂന്ന് പേരും കൂടി സംസാരിക്കുകയാണ്. റോബിച്ചായൻ പറഞ്ഞു വരുന്നത് അലീനയുടെ കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ ലാലിച്ചനെ ഇതിന് മുൻപുണ്ടായ ഒരു അവിഹിത സന്തതി ആയിരിക്കാം നമ്മുടെ അലീന. പക്ഷേ ലാലിച്ചനെ സംബന്ധിച്ച് ലാലിച്ചന് അത് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കാം. കാരണം സ്വന്തം കുട്ടികളോട് ആർക്കായാലും സ്നേഹമൊക്കെ കാണുമല്ലോ. പക്ഷെ ഇങ്ങനൊരു അവിഹിത സന്തതിയെ അവിടെ തന്നെ, അതായത് കുളത്തൂപ്പുഴ വീട്ടിൽ തന്നെ താമസിപ്പിക്കണോ, വേറെ എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാട്ടുകാർ പലതും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും അതൊരു അവിഹിത സന്തതി തന്നെയല്ലേ. അപ്പം കുറച്ചൊക്കെ നമുക്ക് നാട്ടുകാരുടെ മുന്നിലും തല ഉയർത്തി നടക്കണ്ടേന്നൊക്കെ നമ്മുടെ റോബിച്ചാനും ആൽബിച്ചനും കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള തക്കതായ മറുപടി നമ്മുടെ ലാലിച്ചൻ കൊടുക്കുന്നുണ്ട്. എനിക്കെന്തായാലും 23 വർഷങ്ങൾക്ക് മുൻപുള്ള കഥ ഇനി ഒരിക്കലും മാറ്റി തിരുത്താൻ പറ്റില്ല. അത് 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. എൻ്റെ വിധി അല്ലെങ്കിൽ എൻ്റെ ദുർവിധി എന്ന് പറയാം, എനിക്ക് അവരെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ എനിക്കതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഓർഫനേജിലാണ് കഴിയുന്നത് പോലും എനിക്കറിയില്ലായിരുന്നു. അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഈയിടെയാണ് അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയതും. പിന്നെ ഞാൻ എങ്ങനെ ആ കുഞ്ഞിനെ ഒഴിവാക്കും, കണ്ടില്ലെന്ന് നടിക്കും? ഇത്രയും കാലം എൻ്റെ കുഞ്ഞിന് ഒരു സന്തോഷവും സുഖവും സൗകര്യങ്ങളും ഒന്നും കിട്ടാതെയാണ് അവൾ 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചത്. ഇനിയെങ്കിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? പിന്നെ ഞാൻ എന്ത് അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം മക്കളെ എങ്ങനെയാണ് ഏതൊരു അച്ഛനും ഉപേക്ഷിക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് മറ്റു 3 കുട്ടികളുണ്ട്. അവരെ പോലെ തന്നെയല്ലേ എനിക്കിപ്പോൾ അലീനയെന്നും പറയുന്നുണ്ട് കേട്ടോ. അവരെ പോലെ എങ്ങനെയാവുക? അവരെ പോലെ ഒരിക്കലും ആവില്ല. നാടും വീടും എല്ലാവരും അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച എൽസമ്മയിൽ ഉണ്ടായ മക്കളാണത്. പക്ഷെ ഇത് ആരും അറിയാതെ ഉണ്ടായ അവിഹിത സന്തതിയല്ല. അതൊരിക്കലും തൻ്റെ സ്വന്തം കുഞ്ഞാവില്ല എന്നുള്ള ലെവലിലാണ് അതായത് അനിയന്മാരൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ഇതിനോട് തനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്, അതായത് എൻ്റെയും അലീനയുടെയും കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് എന്നെ വന്ന് കാണാൻ പറ, ഞാൻ കൊടുത്തോളാം അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ. എന്താ ഇതൊക്കെ സംസാരിച്ചപ്പം ഏകദേശമൊക്കെ ഇവർക്ക് പിടികിട്ടി. അതായത് നമ്മുടെ റോബിച്ചാനും ആൽബിച്ചാനും പിടികിട്ടി. ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനും പോകുന്നില്ല. എൽസമ്മയുടെ കാര്യം ഇവർ എടുത്തിടുന്നുണ്ട്. അതുപോലെ തന്നെ റീത്തമ്മയുടെ കാര്യം പറയുന്നുണ്ട്. റീത്തമ്മ ഇത് നാട് മൊത്തം പരത്തും. പിന്നെ പുളിക്കൽ തറവാട്ടുകാർ അത്ര ചെറുതായിട്ടൊന്നും കാണണ്ട, അവരുടെ ആങ്ങളമാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇതിനെതിരെ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അവരുണ്ടാക്കട്ടെ, ഞാൻ അതൊക്കെ കാണാനും കേൾക്കാനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അലീന എന്തായാലും അവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. അവളെ ഞാൻ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ലാലിച്ചന് പറയാനുള്ളൂ. ആൻസിയും ഇത് കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൂടുതൽ അവിടെ നിന്ന് വഷളാവേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ലാലിച്ചനും അതുപോലെ തന്നെ റോബിച്ചാനും ആൽബിസിനൊക്കെ ആ ഒരു സംഭാഷണം അവിടെ വെച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബബിയെയാണ്. ബബി എന്തായാലും കുറച്ച് ദേഷ്യത്തിലും കലിപ്പിലൊക്കെയാണ്. അവളുടെ കാമുകൻ അമൽ വേറൊരു പെൺകുട്ടിയുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് അവൾ കാണുന്നുണ്ട് കേട്ടോ. അവർ സ്കൂട്ടിയിൽ പോകുന്നുണ്ട്. പിറകെ ഇവളും അവളുടെ സ്കൂട്ടി എടുത്തിട്ട് അവരുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ ഒരുപാട് തവണ അവനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ഷോപ്പിങ്ങിലായിരിക്കും. അങ്ങനെ അവൾ വിളിക്കുന്ന സമയത്തൊക്കെ അവൻ ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ അവൾ നേരിട്ട് കാണുന്നുണ്ട്. അവൾ നേരിട്ട് കാണുന്ന സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അവൻ അവളെ കാണുന്നില്ല, അതായത് ബബിയെ അമൽ കാണുന്നില്ല. അവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവളാണെങ്കിൽ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ഭയങ്കര ദേഷ്യം. അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവനെ കാണുമ്പോഴുള്ള ഈഗോയൊക്കെ നന്നായിട്ടുണ്ട്. അവരിപ്പോൾ ഏകദേശം ഒരു ബ്രേക്കപ്പിന്റെ ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് കോള് കട്ട് ചെയ്തത് തന്നെ അവൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കണ്ടിട്ടായിരിക്കും. എന്തായാലും വേറൊരു പെൺകുട്ടിയായിട്ട് അവൻ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാനോ കേട്ട് നിൽക്കാനോ നമ്മുടെ ബബിക്ക് പറ്റുന്നില്ല. ബബിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം, അതായത് ഈ ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് അവരെ തമ്മിൽ കാണുമ്പോഴൊക്കെ അവനെ വിളിച്ചിട്ട്
ബബിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. പക്ഷെ അതിനൊന്നും ആവാൻ അനുവദിക്കുന്നില്ല. കോൾ എടുക്കുന്നു പോലുമില്ല ട്ടോ. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവളുടെ കൈ തട്ടിയിട്ട് അറിയാതെ റോഡിൽ ഫോണ് വീഴുന്നുണ്ട് ട്ടോ. പിന്നെ നോക്കുമ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. അവൾക്ക് വിളിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് നേരം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ അടുത്തെത്താനോ പിന്നെ കോൺടാക്ട് ചെയ്യാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നില്ല. നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. അവൾ കലിപ്പിൽ വരുന്നത് വൈജയന്തി കാണുന്നുണ്ട്. "നീ എന്താണ് ഇത്ര ദേഷ്യത്തിൽ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. "നീ എങ്ങോട്ട് പോയതായിരുന്നു? ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന്. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്" പറയുന്നുണ്ട് ട്ടോ. "എൻ്റെ ഫോൺ പോയി. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം" എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അമ്മയോട് ഭയങ്കരമായിട്ട് തട്ടി കയറുന്നുണ്ട് ട്ടോ. അങ്ങനെ ഇനി അവിടെ ഒരു മിണ്ടാതൊരു ഭാഗത്ത് പോയിരുന്ന ഫോൺ കേട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളെ കളിയാക്കുന്നു, ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് ട്ടോ. അങ്ങനെ രോഹിത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നുണ്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ട്ടോ അവള്, "രോഹിയേട്ടാ നിങ്ങളുടെ ഫോണൊന്ന് തരുമോ? എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു" എന്ന് ആദ്യം മര്യാദയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ "നീ എങ്ങോട്ട് പോയതാണെന്ന്" ചോദിക്കുമ്പോൾ ഫ്രണ്ടിനെ കാണാനാണെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. "ആ നമ്പർ പറ, ഞാൻ കോൾ ചെയ്തോളാം" എന്ന് പറയുന്നുണ്ട് ട്ടോ. "വേണ്ട, ഞാൻ തനിയെ ചെയ്തോളാം" എന്ന് പറഞ്ഞ് അവൾ പിടിവാശി നടത്തുന്നുണ്ട്. പക്ഷേ രോഹിയാണെങ്കിൽ പറയുന്നുണ്ട്, "നീ നമ്പർ പറഞ്ഞോ, ഞാൻ കോൾ ചെയ്തോളാം" എന്ന്. പക്ഷേ ഒരിക്കലും രോഹിക്കൊന്നും അറിയാത്തൊരു ബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അവൾ രഹസ്യമായിട്ട് ചോദിക്കുന്നത് ഫോണ്. എന്തായാലും ഇവളുടെ ഈ ചുറ്റിക്കളി വീട്ടിലിപ്പോൾ തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല. എന്തായാലും വൈകാതെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ മതി. ആ സമയത്ത് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ രോഹിണിയോട് പറയുന്നുണ്ട്, "അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ ഫോൺ വേണ്ട പോരെ" എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് അലയ്ക്കുന്നുണ്ടെന്നുള്ള നമ്മുടെ വൈജയന്തിക്കും രോഹിക്കും ചെറുതായിട്ടൊക്കെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ച് അവർ ആരും ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുന്നില്ല കേട്ടോ. അന്ന് രാത്രി തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഒരുപാട് മദ്യപിച്ചിട്ട് ആണ് കാർ ഓടിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതായത് സമനില തെറ്റി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എല്ലാം ടെൻഷൻ കൊണ്ടാണ് ചെയ്യുന്നത്. വൈജയന്തിയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുറച്ചധികം കുടിച്ചത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാർ ഓഫാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതായത് ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കാറിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അറിയുന്നില്ല കേട്ടോ. കാരണം കുടിച്ച് ലെക്ക് കെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഡോർ അടയ്ക്കാൻ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ 4 കാലിലൊക്കെയാണ് കേട്ടോ ആൾ നടന്നു വരുന്നത്. അങ്ങനെ വീടിൻ്റെ കോണിമ്പിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് ആരാണെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, "ഞാൻ പോയി നോക്കട്ടെ, അച്ഛനായിരിക്കുന്നു." "നിനക്കെന്തായിരുന്നു റൂമിൽ പരിപാടി" എന്നൊക്കെ വൈജ അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. "ഞാനൊരു അസൈൻമെൻറ്റ് എഴുതുമായിരുന്നു, എന്തായാലും പോയി നോക്കട്ടെ" എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജനൽവാതിലിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കൃഷ്ണമോള് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ തന്നെയായിരിക്കും. അപ്പോൾ അച്ഛനാണെങ്കിൽ അവിടുന്ന് അവളെ കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, "അച്ഛൻ തന്നെയാടി വാതിൽ തുറക്കുമെന്ന്" പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സംഭവം മനസ്സിലാവും. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, "അച്ഛൻ ഇന്ന് മദ്യപിച്ചോ? ഒരുപാട് കുടിച്ചിട്ടുണ്ടല്ലോ, എന്തിനാ അച്ഛൻ കുടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൃഷ്ണമോളോട് തട്ടിക്കേറിയിട്ട് കാര്യമില്ല. കൃഷ്ണമോൾ എന്തായാലും കണ്ടുപിടിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് അവസാനം ബാലചന്ദ്രൻ കുടിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. "ഞാൻ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ" എന്ന് പറയുന്നുണ്ട്. പക്ഷേ സംസാരം കേട്ടിട്ട് ഒരു ഗ്ലാസ് ഒന്നല്ല, ഇന്ന് കുറച്ച് അധികം തന്നെ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ മദ്യപിച്ച കാര്യം നമ്മുടെ വൈജയന്തി അറിയുന്നുണ്ട് കേട്ടോ. കാരണം ഇവരുടെ സംഭാഷണം കേട്ടിട്ട് വൈജയന്തി നോക്കുന്നുണ്ട്. എന്തായാലും എന്നത്തേതിനേക്കാളും കൂടുതൽ പ്രശ്നം ഇന്നവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, വൈജയന്തിക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി കാണും. അവൾ കാരണമാണ് ബാലചന്ദ്രൻ ഇങ്ങനെയായി പോയത്. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടെങ്കിലും ഒതുങ്ങിയില്ലെങ്കിൽ ബാലചന്ദ്രന്റെ ജീവിതവും നശിച്ചു പോകുന്നുള്ളൊരു തോന്നല് അവൾക്ക് വന്നേക്കാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അലീന വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ബബിതയുടെ പ്രശ്നം കൂടി വരുന്നത്. എല്ലാം കൂടി ആകുമ്പോൾ ബാലചന്ദ്രന്റെ ജീവിതം സമനില തെറ്റിപ്പോവാനും ചാൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.